ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ പരിശോധിച്ചാൽ ഈ സംസ്ഥാനത്ത് ബിജെപിയെ കൂടി ഒന്ന് അധികാരത്തിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഈ സംസ്ഥാനം പിന്നെ ഏറ്റവും വലിയ സ്വർഗമായി തീരുമെന്നാണ് ബിജെപിക്കാരൻ നാടുനീളെ നടന്ന് പ്രസംഗിക്കുന്നത്. അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്തെ വാർത്തകൾ ഈ രാജ്യത്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലൂടെ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ച് ഒരു പരിപാടി നടത്തുകയാണ്. ആ പരിപാടിയുടെ ഭാഗമായി ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് ആ മാധ്യമത്തിന്റെ ക്യാമറാമാനും മാധ്യമപ്രവർത്തകനും പോകുന്നു. ക്യാമറാമാനും മാധ്യമപ്രവർത്തകനും ബീഹാറിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് എന്നാണ് ബിജെപിക്കാരനെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് യഥാർത്ഥത്തിൽ രാജ്യത്തിന് ബോധ്യപ്പെടുന്നത്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് ബീഹാർ. രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ സംസ്ഥാന വിഹിതത്തിൽ ഏറ്റവും വലിയ സംസ്ഥാന വിഹിതം വാങ്ങുന്ന സംസ്ഥാനങ്ങളൊന്ന് ബീഹാറാണ്. ഏത് പദ്ധതി പ്രഖ്യാപിച്ചാലും ആ പദ്ധതികളൊന്ന് കൊടുക്കുന്നത് ബീഹാറിനാണ്. എത്ര തുക കേന്ദ്ര സർക്കാർ വകയിരുത്തിയാലും ആ തുകയിൽ സിംഹഭാഗം ഇന്ന് കൊടുത്തിരിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. അങ്ങനെ ബിജെപി ശക്തമായി ഇടപെടാൻ ശ്രമിക്കുന്ന സംസ്ഥാനങ്ങളൊന്നായ ബീഹാറിൽ, ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് ബിജെപിക്കാരൻ വിശേഷിപ്പിക്കുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ സാധാരണ മനുഷ്യർ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഈ രാജ്യത്തിന്റെ ദൃശ്യമേഖലയിലേക്ക് കടന്നു വരുന്നതെന്ന് കേരളത്തിലെ ബിജെപിക്കാരനും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. എന്തൊക്കെയാണ് കാഴ്ചകൾ പുറത്തേക്ക് വരുന്നത്? ഒരു ഡോക്ടർ റൂമിലേക്ക് ബിജെപിക്കാരന് ഒരു ഡോക്ടർ റൂമിലേക്ക് മാധ്യമപ്രവർത്തകൻ ചെല്ലുകയാണ്. ഡോക്ടർ എന്ന് ബോധമൊന്നുമില്ല, പക്ഷെ മരുന്നുണ്ട്, ഡോക്ടറിന്റെ സ്റ്റെതസ്കോപ്പ് ഉണ്ട്, ആളുണ്ട് അവിടെ. മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ നാട്ടിലെ ഡോക്ടറാണോ? അയാൾ പറയുന്നു, ഞാൻ ഈ നാട്ടിലെ ഡോക്ടറാണ്. ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്? അയാൾ പറയുന്ന ഉത്തരം കേട്ടി വസ്തുതാപരമായി രാജ്യം ഞെട്ടുകയാണ്. അയാൾ പറയുന്നു, ഞാൻ ഒരു മെഡിക്കൽ കോളേജിലും പഠിച്ചിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിലും പഠിക്കാത്ത, മരുന്നിന്റെ പേര് പോലും കൃത്യമായി എഴുതാൻ അറിയാത്ത ഒരു മനുഷ്യൻ ഒരു കടമുറി പോലെ ചെറിയ ഒരു സ്ഥാപനമെടുത്ത് ആ സ്ഥാപനത്തിൽ കുറച്ച് മരുന്നിനെ അടുക്കി വെച്ച് അവിടുത്തെ ജനങ്ങളെ ചികിത്സിക്കുകയാണ്. ജനങ്ങളോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഡോക്ടർ? ജനങ്ങൾ പറഞ്ഞു, ഗംഭീരമാണ് ഡോക്ടർ. കാര്യം എന്താ ഗംഭീരാണെന്ന് പറയാൻ? തൊട്ടടുത്ത ചോദ്യം ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ, സർക്കാർ ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? ജനങ്ങൾ പറയാണ്, സർക്കാർ ആശുപത്രിയിൽ പോകണമെങ്കിൽ 20 കിലോമീറ്റർ വീട്ടിൽ നിന്ന് പോകണം. നിങ്ങൾ നോക്ക്, ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ബീഹാറിൽ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു സാധാരണപ്പെട്ട ആൾക്ക് പോകണമെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് 20 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഒരു സാധാരണ സർക്കാർ ആശുപത്രിയിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നത്. ഈ നാടിനകത്ത്, ഏത് നാടിനകത്ത്? ബിജെപിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി ചേർന്ന് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു സർക്കാർ ആശുപത്രി കാണണമെങ്കിൽ ജനങ്ങൾക്ക് 20-30 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ഇന്ത്യൻ യാഥാർത്ഥ്യത്തിലാണ് 11 വർഷക്കാലത്ത് നരേന്ദ്രമോദിയുടെ ഭരണം മുന്നോട്ട് പോകുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ മാധ്യമപ്രവർത്തനം അവിടെ നിന്ന് പിന്നെ പോകുന്നത് ഒരു അംഗനവാടിയിലേക്കാണ്. അംഗനവാടിയിലേക്ക് ചെല്ലുമ്പോഴാണ് ബഹുരസമായ കാഴ്ച. അംഗനവാടിയിലേക്ക് ചെല്ലുമ്പോ അംഗനവാടിയിലെ വാതിലിന്റെ മുന്നിൽ ഒരു പോത്തിനെ കെട്ടിയിരിക്കുന്നു. പോത്താണോ എരുമയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പോത്തിനെ കെട്ടിയിരിക്കുക. അപ്പൊ ചോദിക്കുകയാണ് അവരോട്, അല്ലെ അംഗനവാടി തുറക്കാറില്ലേ? പ്രദേശവാസിയായ ഒരു മനുഷ്യൻ പറയുന്നത്, ആഴ്ചയിൽ ഒരു തവണയെങ്ങാനും ടീച്ചർ വരും. ആഴ്ചയിൽ ഒരു തവണയെങ്ങാനും ടീച്ചർ വന്നാൽ ആ വരുന്ന ടീച്ചർ തുറന്നാൽ അന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ സമീപവാസികൾക്ക് തരും. അങ്ങനെ തരുന്നത് മാറ്റി നിർത്തിയാൽ ഈ അംഗനവാടി തുറക്കാറേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അംഗനവാടികളില്ലാത്ത ഗ്രാമപ്രദേശങ്ങൾ, ആശുപത്രിയില്ലാത്ത ഗ്രാമപ്രദേശങ്ങൾ, വികസനം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഗ്രാമപ്രദേശങ്ങൾ, ആ ഗ്രാമപ്രദേശങ്ങളാണ് ഈ രാജ്യം ഭരിക്കുന്ന ബിജെപി ഗവൺമെന്റിന്റെ വികസനത്തിന്റെ നേർസാക്ഷ്യമെന്ന് ഈ രാജ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബിജെപി വികസനത്തെ പറ്റി കൊള്ളയായ വാഗ്ദാനങ്ങൾ വീണ്ടും ഈ രാജ്യത്ത് പറയുന്നതെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്.
ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ പറഞ്ഞ് എല്ലാ കാലവും രാജ്യത്തെ ജനങ്ങളെ പറ്റിക്കാൻ BJPക്കാവില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പൊള്ളയായ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് അഭിരമിച്ചാണ് ചില മനുഷ്യരെ കേരളത്തിനകത്തു നിന്നും BJPയിലേക്ക് പോയിട്ടുള്ളത്. കേരളത്തിനകത്തെ ചില BJPക്കാർ പറയുന്നത് വികസനത്തിന്റെ ചിഹ്നമാണ് നരേന്ദ്രമോദി എന്നാണ്. ആ വികസനത്തിന്റെ ചിഹ്നമായ നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഇന്നും വൈദ്യുതിയില്ലാത്ത സ്കൂൾ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് ഗുജറാത്തിൽ കാണാൻ കഴിയില്ല. ഡിജിറ്റൽ ഇന്ത്യ എന്ന നരേന്ദ്രമോദി സ്വപ്നം കാണുന്ന കാഴ്ചപ്പാടിനെ ആശ്രയപ്പെടുത്തി നിങ്ങൾ ഇന്ത്യയെ പരിശോധിച്ചാൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത സ്കൂളുകൾ നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ പറയുന്ന വാഗ്ദാനങ്ങൾ ഒന്നുപോലും ജനങ്ങൾക്ക് ഗുണപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്തവരാണ് രാജ്യം ഭരിക്കുന്ന BJPക്കാരെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് BJP അവരുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നത്? പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിലും, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയില്ലെങ്കിലും, രാഷ്ട്രീയ അധികാരം തങ്ങളിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ പദ്ധതി BJP തയ്യാറാക്കിയിരിക്കുന്നു. ആ രാഷ്ട്രീയ പദ്ധതിയാണ് RSSന്റെ വർഗീയവൽക്കരണം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ അധികാരം ഒരാൾക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ, ജനങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ, ജീവിത പ്രയാസങ്ങളിൽ നിന്നും തൊഴിലാളികളുടെ പ്രയാസങ്ങളിൽ നിന്നും ഈ രാജ്യത്തെ മനുഷ്യന്റെ ചിന്തകളെ മാറ്റിവിടാൻ വേണ്ടിയാണ് വർഗീയത എന്ന ആയുധത്തെ ഈ രാജ്യത്ത് RSS ഉപയോഗിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടുപാധികളാണ് രാജ്യത്തെ RSS ഇന്ന് ആയുധങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ദേശീയതയെ രാജ്യത്ത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുക. രണ്ട്, മതത്തെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുക. ഒരു വശത്ത് ദേശീയതയാണ് RSS ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രമെങ്കിൽ, മറുവശത്ത് അതേ നിലയിൽ തന്നെ മതത്തെ രാഷ്ട്രീയ തന്ത്രമായി RSS ഉയർത്തിപ്പിടിക്കുക. ഈ രാജ്യത്ത് ജനാധിപത്യ വിശ്വാസികൾ, മതനിരപേക്ഷവാദികൾ, സാമാന്യ ബുദ്ധിയുള്ള ജനവിഭാഗങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? ഈ ദേശീയതയിലും മതവിശ്വാസത്തിലും RSSന് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള പങ്കെന്താണ്? എന്തവകാശമാണ് ഈ രാജ്യത്തിന്റെ ദേശീയത RSSനുള്ളത്? എന്തവകാശമാണ് ഈ രാജ്യത്തെ മതവിശ്വാസങ്ങളിൽ RSSനുള്ളത്? നിങ്ങൾ ദേശീയതയെപ്പറ്റി ഈ രാജ്യത്ത് പ്രസംഗിക്കുമ്പോ RSS ആണ് ഈ രാജ്യത്തിനകത്ത് ഏറ്റവും വലിയ ദേശീയവാദികൾ എന്ന് പ്രസംഗിക്കുമ്പോ ഈ രാജ്യത്തിന്റെ ദേശീയതയിൽ എന്തു പങ്കാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ RSSന് വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? 947 മുമ്പ് ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്ത് മടക്കി വാണിരുന്ന ഇന്ത്യയാണ്. ആ ഇന്ത്യയെ ഇന്ന് കാണുന്ന ഇന്ത്യക്ക് പരിവർത്തനപ്പെടുത്താൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യ സമരമാണ് ഈ രാജ്യത്ത് നടന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ഞാനും നിങ്ങളും പഠിച്ചാൽ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മരിച്ചു വീണ ദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമര പോരാളികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ രാജ്യത്തോട് സ്നേഹവും കൂറും വിശ്വസതയുമുള്ള സാധാരണപ്പെട്ട തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. നിർഭാഗ്യവശാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തം ചിന്തിച്ച, ജീവൻ ബലി കൽപ്പിച്ച, ഒരു തുള്ളി വിയർപ്പൊഴുക്കിയ RSSകാരനെയും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയില്ല. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരുടെ പട്ടികയിലെ നിങ്ങൾക്ക് RSSനെ കാണാൻ കഴിയും. 925 RSS രൂപീകരിക്കപ്പെടുമ്പോ 25 മുതൽ 47 വരെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് ഈ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെടുമ്പോ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു കരിയിലെടുത്ത് തിരിച്ചു കമത്തിയിടാത്തവരാണ് രാജ്യത്തെ RSSകാരെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീരി സവർക്കറെ പറ്റി പഠിപ്പിക്കുമെന്നാണ് രാജ്യത്തെ RSSകാരൻ പ്രഖ്യാപിക്കുന്നത്. വീരി സവർക്കറെ പറ്റി നന്നായി പഠിച്ചവരാണ് ഇന്ത്യയിലെ മനുഷ്യരെന്ന് RSS മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ആരായിരുന്നു വീരി സവർക്കർ? സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞാൽ RSSന് പറയാൻ ഒറ്റപ്പേരാണ് വീരി സവർക്കർ. ആരായിരുന്നു വീരി സവർക്കർ? 911 മുതൽ 920 വരെയുള്ള ഇന്ത്യൻ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ വീരദേശാഭിമാനി എന്ന RSSകാർ വിളിക്കുന്ന വീരസവർക്കറും RSSകാരും സ്വയം വിശേഷിപ്പിക്കുന്ന ഈ വീരമായ സവർക്കർ എഴുതിയ മാപ്പപേക്ഷകളുടെ പരമ്പര ഈ രാജ്യത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. 911 മുതൽ 20 വരെയുള്ള ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത മാപ്പപേക്ഷകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എഴുതിക്കൊടുത്ത മനുഷ്യനെയാണ് വീർ സവർക്കർ എന്ന RSSകാരൻ വിശേഷിപ്പിക്കുന്നത്.
അതിലൊരു മാപ്പപേക്ഷയിലെ വാചകങ്ങൾ RSകാരൻ ഓർത്തുകൊള്ളണം. ഇവിടുത്തെ RSകാരും ഓർക്കുന്നത് വളരെ നല്ലതാണ്. ബ്രിട്ടീഷ് രാജ്ഞിക്ക് സവർക്കർ എഴുതുകയാണ്, എന്നെയും എന്റെ കൂട്ടാളികളെയും നിങ്ങളിപ്പോ പാർപ്പിച്ചിരിക്കുന്ന ഈ ജയിലിൽ നിന്ന് വിട്ടയച്ചാൽ ഞാനും എന്റെ കൂട്ടാളികളും ഇനി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏഴയിലത്തേക്ക് പോയില്ലെന്ന് മാത്രമല്ല, അങ്ങയുടെ സാമ്രാജ്യത്തെ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി ജനങ്ങൾക്കിടെ ഞാൻ പ്രവർത്തിക്കാം. ബ്രിട്ടീഷ് രാജ്ഞിക്ക് മാപ്പ് എഴുതി കൊടുക്കുക. അതിലൊരു വാചകം കൂടി ഈ രാജ്യത്തിന് മറക്കാൻ കഴിയുന്ന വാചകമല്ല. ധീരൻ RSകാരൻ വിളിക്കുന്ന വീര സവർക്കർ ബ്രിട്ടീഷ് രാജ്ഞിക്ക് എഴുതുകയാണ്, വഴിതെറ്റിപ്പോയ ഈ കുഞ്ഞാടിന്, ഏതാ കുഞ്ഞാട്? വീര സവർക്കർ എന്ന RSന്റെ മുട്ടനാട്. ഈ രാജ്യത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് എഴുതുകയാണ് കത്തിൽ, വഴിതെറ്റിപ്പോയ ഈ കുഞ്ഞാടിന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കാൽപാദങ്ങളിലല്ലാതെ മറ്റെവിടെയാണ് അഭയം തേടാൻ കഴിയുക എന്ന്. ആ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കാൽപാദങ്ങളിൽ അഭയം തേടിയവരാണ് ഈ രാജ്യത്തെ RSന്റെ പിന്തുണക്കാരെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആ RSകാരാണ് ഈ രാജ്യത്ത് ദേശീയതയെ പറ്റി ക്ലാസ് എടുക്കാൻ വരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്തവർ, രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ നേതൃത്വം കൊടുത്തവർ, ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നവർ, മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷ് പക്ഷത്ത് ചേർന്നവർ, ബ്രിട്ടീഷുകാരുടെ ചൂമക്കാൻ നേതൃത്വം കൊടുത്തവർ, ഈ രാജ്യത്ത് തങ്ങൾക്ക് അധികാരം കിട്ടി എന്ന കാരണത്താൽ രാജ്യത്തിന്റെ ദേശീയതയെ പറ്റി പുറന്നുകൊള്ളുന്ന കാഴ്ചയാണ് വർത്തമാനകാല ഇന്ത്യയിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. കപട ദേശീയവാദികളാണ് ഈ രാജ്യത്തെ RSകാരെന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ദേശീയതയായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പങ്കും വഹിക്കാത്തവർക്ക് രാജ്യത്തിന്റെ ദേശീയതയെ പറ്റി മിണ്ടാൻ എന്താണ് അവകാശം? കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയത പഠിപ്പിക്കാൻ വലിയ മിടുക്കാണ്. RSകാരുടെ പ്രസംഗം കേട്ടാൽ, അടുത്ത കാലത്തായി RSകാരുടെ ചില നേതാക്കന്മാരുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് ഈ രാജ്യത്തെ കാര്യം എന്നാണ് RSകാർ ചോദിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായി RSകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തെ അടക്കിവാണ് സാമ്രാജ്യത്വത്തിന്റെ രൂപമായിരുന്ന ബ്രിട്ടീഷ് രാജ്ഞിയോടും ബ്രിട്ടീഷുകാരോടും സന്ധി ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് തിരിഞ്ഞോടിയ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയുടെ ദേശീയതയെ പറ്റി പഠിക്കേണ്ട ഗതികേട് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നിട്ടില്ല എന്ന് RSകാർ ബോധ്യപ്പെടുന്നത് വളരെ നന്നായിരിക്കും. 1920 രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. താഷ്കണ്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. RSകാരൻ പറയുന്നുണ്ട് വിദേശാശയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയമെന്ന്. എടോ RSകാര, ഈ ജംഗ്ഷന്റെ ഒരു കൊടി നിങ്ങൾ പറിച്ചു കളഞ്ഞിട്ട് പൊട്ടനെ പോലെ ആകാശത്തേക്ക് നോക്കി തുള്ളിച്ചാടി ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ ഇല്ലാതായിപ്പോയി എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ നാട്ടിലെ RSകാരൻ. അതേപോലെയാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും മുഴുവൻ RSകാരൻ. കേരളം വിട്ടാൽ പിന്നെ എവിടെയാണ് ഈ ചെങ്കൊടി എന്നാണ് ചില RSകാർ പ്രസംഗിക്കാറുള്ളത്. കണ്ണു തുറന്ന RSകാരാ, നിങ്ങൾ ഈ ലോകത്തേക്ക് നോക്കിയാൽ ഏതാണ്ട് 195 രാജ്യങ്ങളിൽ 180 രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് കാണാൻ കഴിയുക. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിയവരാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാർ. തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് വേണ്ടി ലോകത്തെമ്പാടും പോരാട്ടം നയിച്ചവരാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ആ തൊഴിലാളി വർഗ വിമോചനത്തിന്റെ പിന്മുറക്കാരാണ് ഈ കേരളത്തിലെയും ഈ രാജ്യത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ. ലോകത്തെമ്പാടും തൊഴിലാളികൾക്ക് വേണ്ടി പോരാട്ടം നയിച്ചവരാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് RSS മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് ചൈന. ആ ചൈന ഭരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചൈനയിലും ക്യൂബയിലും നോർത്ത് കൊറിയയിലും ലാവോസിലും അതോടൊപ്പം തന്നെ വിയറ്റ്നാമും ഭരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ലോകത്തെ 180ഓളം വരുന്ന രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലോകത്തെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തിന്റെ വിമോചന പോരാട്ടത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന പതാകയാണ് ഈ ചെങ്കൊടി, ചെമ്പതാക എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്ത് ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് ചരിത്രത്തിൽ നേതൃത്വം കൊടുത്ത പാർട്ടി ഈ രാജ്യത്തെയും ലോകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിൽ
1917 റഷ്യയിൽ നടന്ന മഹാ ഒക്ടോബർ വിപ്ലവമുണ്ട്. ആ ഒക്ടോബർ വിപ്ലവത്തിന്റെ പിന്നണി പോരാളികളായി പ്രവർത്തിച്ച അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതെന്ന് ആവേശകരമായ ചരിത്രത്തെ ഓർത്തെടുക്കുന്നവരാണ്. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ RSS ഓർത്തെടുക്കുന്നവരാണ്. രൂപീകരിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തീരുമാനിക്കുന്നത്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇറക്കുന്ന ഒരു ഉത്തരവ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ സമാനതകളില്ലാത്ത വേട്ടയാടിയവരാണ് ഈ രാജ്യത്തെ സാമ്രാജ്യത്വമെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആ സാമ്രാജ്യത്വത്തിന്റെ എല്ലാ അക്രമങ്ങളെയും അതിജീവിച്ചാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഖാക്കളും പ്രവർത്തിച്ചത്. മാർസിന്റെ ഒരു ലേഖനം പോലും കടൽ കടന്ന് ഈ രാജ്യത്തേക്ക് വരാൻ പാടില്ലെന്ന് ഉത്തരവിറക്കിയവരാണ് രാജ്യം ഭരിച്ചിട്ട് സാമ്രാജ്യത്വമെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലേഗ് പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും കമ്മ്യൂണിസ്റ്റുകാരെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ഉത്തരവിറക്കിയത് അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു. ആ ഉത്തരവിറക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചാൽ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചത്. ഈ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികളും കർഷകരും രാജ്യത്തിനകത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ പോരാട്ടത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് തിരിച്ചറിയുമ്പോഴാണ് രാജ്യത്തിന്റെ ദേശീയതയിൽ കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ച പങ്കുണ്ടായിരുന്നുവെന്ന് എനിക്കും നിങ്ങൾക്കും ഓർത്തെടുക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് പുന്നപ്രവയലാർ വാർഷികാചരണ യോഗങ്ങൾ സമാപിക്കുന്നത്. 89 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ പുന്നപ്രവയലാർ സമരം നടക്കുന്നത്. അത് പുന്നപ്രയുടെ മലയാറിന്റെ മാത്രം ചരിത്രമായിരുന്നില്ലെന്നും ഈ രാജ്യത്തിന്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരും തൊഴിലാളി വർഗവും നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രമായിരുന്നെന്നും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി നാം ഓർത്തെടുക്കേണ്ടതാണ്. ആ ചരിത്രം സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റുകാരെയാണ് ദേശീയത പഠിപ്പിക്കാൻ RSSകാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് RSSകാർ അതിന് മുതിരേണ്ടതില്ല. സ്വന്തം ചരിത്രമാണ് RSSകാർ ആദ്യം തിരിഞ്ഞു നോക്കി പഠിക്കേണ്ടത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവരായിരുന്നു രാജ്യത്തെ RSSകാരൻ നാം തിരിച്ചറിയണം. ഇന്ത്യ 1947 സ്വതന്ത്രമാകുമ്പോ ആ സ്വതന്ത്ര ഇന്ത്യയെ അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങൾ നോക്കിയാൽ അദ്ദേഹം ഏത് കുർത്ത ധരിച്ചാലും ആ കുർത്തയുടെ പോക്കറ്റിന്റെ സൈഡിൽ ഇന്ത്യയുടെ ഒരു ചിത്രം, ഫ്ലാഗിന്റെ ചിത്രം കുത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഫ്ലാഗിന്റെ ചിത്രം ഒട്ടിച്ച് ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലാകെ പറഞ്ഞു നടക്കുമ്പോ
ആ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഓർത്തെടുക്കേണ്ട ഇന്ത്യയുടെ ചരിത്രമുണ്ട്. ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവരായിരുന്നു RSകാരെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് ദേശീയ പതാക ത്രിവർണ്ണ പതാകയായി അംഗീകരിക്കപ്പെടുമ്പോ ഈ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഓർഗനൈസറിൽ ലേഖനം എഴുതിയത് ഹെഡ്ഗേവാർ ആയിരുന്നു. ആ ഹെഡ്ഗേവാറിന്റെ പ്രസ്ഥാനമാണ് RSന്റെ പ്രസ്ഥാനം. ദേശീയ പതാക പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അംഗീകരിക്കാത്തവരാണ് ഇന്ന് ദേശീയ പതാക ഉയർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തവർ, രാജ്യത്തിന്റെ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവർ, രാജ്യത്തിന്റെ ഭരണഘടനാദത്തമായി നാം അംഗീകരിച്ച അടിസ്ഥാന മൂല്യങ്ങളെ അംഗീകരിക്കാത്തവർ, ഈ രാജ്യത്ത് ദേശീയവാദികളായി സ്വയം ചിത്രീകരിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ RSSന്റെയും BJPയുടെയും കപട ദേശീയവാദത്തെ തുറന്നു കാണിക്കുക എന്നതാണ് വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പേരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് ദേശീയതയിൽ ഒരു പങ്കുമില്ലെന്നും ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ടതിൽ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഒരു പങ്കും വഹിക്കാത്തവരാണ് RSകാർ എന്ന ചരിത്രത്തെ നാം ആവർത്തിച്ച് RSനെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. RSS ഉയർത്തുന്ന കപട ദേശീയവാദത്തെ പൊളിച്ചു മാത്രമേ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നും മതവിശ്വാസങ്ങളെയാണ് RSS ഉയർത്തിപ്പിടിക്കുന്നത്. നാം ലളിതമായ യുക്തിയിൽ ചോദിക്കേണ്ട ചോദ്യമില്ല, ഈ രാജ്യത്തെ ഏത് മതത്തോടാണ് RSSന് പ്രതിബദ്ധതയുള്ളത്? രാജ്യത്തെ ഏത് മതവിശ്വാസമാണ് RSSന്റെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്നത്? രാജ്യത്തെ പ്രധാനപ്പെട്ട 7 മതങ്ങൾ നിങ്ങൾ എടുത്ത് പഠിച്ചാൽ ഈ 7 മതങ്ങളിൽ ഏത് മതവിശ്വാസത്തിനാണ് RSSന്റെ പ്രത്യയശാസ്ത്രവുമായി സാമ്യമുള്ളത്? RSകാരൻ പറയുന്നത് ഹിന്ദു രാഷ്ട്രത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഹിന്ദു മതം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ഹിന്ദു മതത്തെപ്പറ്റി നിങ്ങൾ പഠിച്ചാൽ, ഹിന്ദു മതവിശ്വാസികളെ പറ്റി നിങ്ങൾ പഠിച്ചാൽ ഏത് ഹിന്ദു മതവിശ്വാസത്തിലാണ് RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കുന്ന ആശയങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നത് നാം പരിശോധിക്കേണ്ടതല്ലേ? ഏത് ഹിന്ദു മതവിശ്വാസിക്കാണ് RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് ജീവിക്കാൻ കഴിയുന്നത്? ഒരു യഥാർത്ഥ വിശ്വാസിക്കും RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാൻ കഴിയില്ല. RSSന്റെ പ്രത്യയശാസ്ത്രം അപരമത വിദ്വേഷത്തിന്റെയും വർഗീയ കലാപങ്ങളുടെയും പ്രത്യയശാസ്ത്രമാണ്. RSS ഉയർത്തുന്ന പ്രത്യയശാസ്ത്രം അന്യമതത്തിൽപ്പെട്ട മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രമാണ്. എന്നാൽ ഈ രാജ്യത്തെ നികിടമായ ഒരു ഹിന്ദുമത വിശ്വാസത്തിലും അപരമത വിദ്വേഷത്തിന്റെ ഒരു കഥകളും പ്രചരിപ്പിക്കപ്പെടുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹിന്ദുമതത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകരായി ലോകം അംഗീകരിച്ചൊരു മനുഷ്യനുണ്ട്, സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദനെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരു വേള ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ചിക്കാഗോയിലേക്ക് സ്വാമി വിവേകാനന്ദ സ്വാമികൾ പോയിട്ട് തന്റെ മതവിശ്വാസത്തെ പറ്റിയും തന്റെ നാടിന്റെ സംസ്കാരത്തെ പറ്റിയും ഒരു പ്രസംഗം അദ്ദേഹം ചിക്കാഗോയിൽ നടത്തുകയാണ്. അമേരിക്കയിലെ എന്റെ സഹോദരന്മാരെ എന്ന് ആരംഭിക്കുന്ന പ്രസംഗം വിശ്വപ്രസിദ്ധമായ സ്വാമി വിവേകാനന്ദന്റെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഞാൻ ഹിന്ദുമതത്തിന്റെ പ്രചാരകനാണെന്ന് പറയുമ്പോഴും എന്റെ മതത്തിന്റെ, എന്റെ നാടിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്റെ മതത്തിന്റെയും എന്റെ നാടിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്റെ മതത്തിന്റെയും എന്റെ സംസ്കാരത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മനുഷ്യൻ സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദന്റെ ഹിന്ദുമതത്തിൽ RSSന് എന്ത് പങ്കാണ് വഹിക്കാൻ കഴിയുന്നത്? എല്ലാ മതവിശ്വാസങ്ങളെയും അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്റെ നാടിന്റെ സംസ്കാരം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ ഹിന്ദുമതത്തിന് RSS ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവുമായി എന്ത് ബന്ധമാണുള്ളത്? RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയവും മതവിശ്വാസിയുടെ മതവും രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. ദൈവത്തെ ആരാധിക്കാതെ വിശ്വസിക്കാതെ ചുരുക്കം ചില മനുഷ്യർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മതവിശ്വാസിയോട് ചോദിച്ചാൽ, ഹിന്ദു മതവിശ്വാസിയാവട്ടെ, ക്രിസ്ത്യൻ മതവിശ്വാസിയാവട്ടെ, ഇസ്ലാം മതവിശ്വാസിയാവട്ടെ, സിഖുകാരനോ ജൈനനോ പാഴ്സിയോ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനോ ആവട്ടെ, ഏത് മതവിശ്വാസിയോടും ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവരോട് നിങ്ങൾ ചോദിച്ചാൽ
എന്താണ് ദൈവമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് തിരിച്ചു പറയാനുണ്ടാവുന്ന ഉത്തരം ദൈവം സ്നേഹമാണ് എന്നായിരിക്കും. എല്ലാ മതഗ്രന്ഥങ്ങളും, എല്ലാ മതവിശ്വാസങ്ങളും, എല്ലാ മതാചാരങ്ങളും, എല്ലാ ദൈവസങ്കല്പങ്ങളും, ഈ ലോകത്ത് മനുഷ്യർ വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളെയും സ്നേഹത്തിന്റെ രൂപത്തിലാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പരമകാരുണികനായ ദൈവമാവട്ടെ, ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവമാവട്ടെ, സാക്ഷാൽ യേശു ക്രിസ്തു ആവട്ടെ, എല്ലാ ദൈവങ്ങളെയും സ്നേഹത്തിന്റെ രൂപത്തിലാണ് ലോകത്തെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നതും ആചരിക്കുന്നതും. അവിടെ ഈ രാജ്യത്തെ മതവിശ്വാസികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവവിശ്വാസം സ്നേഹവും സ്വാതന്ത്ര്യവുമാണെങ്കിൽ, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ മതവിശ്വാസിയുടെ രൂപവും ഗുണവുമെങ്കിൽ, ഈ രാജ്യത്തെ മനുഷ്യരെ വർഗീയ കലാപങ്ങളിൽ കൊന്നൊടുക്കുന്ന RSSന്റെ ദൈവവിശ്വാസം യഥാർത്ഥ ദൈവവിശ്വാസമാണോ? ഏതെങ്കിലും ഒരു ദൈവവിശ്വാസിയായ മനുഷ്യന് അമ്പലത്തിലേക്ക് പോയി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നതിനെ പറ്റി ചിന്തിക്കാനാവുമോ? അമ്പലങ്ങളിൽ രക്തം വീഴുന്നതിനെ പറ്റി ഒരു ഹിന്ദുമത വിശ്വാസിക്ക് വിശ്വസിക്കാനാവുമോ? ചിന്തിക്കാനാവുമോ? അമ്പലങ്ങളെ പുണ്യ പവിത്ര പ്രദേശമായിട്ടാണ് ഹിന്ദുമത വിശ്വാസികൾ കാണുന്നത്. ദൈവങ്ങളുടെ നാമത്തെയും പുണ്യമായിട്ടാണ് ഹിന്ദുമത വിശ്വാസികൾ കാണുന്നത്. ആ ദൈവത്തിന്റെ നാമത്തെ വർഗീയ കലാപങ്ങൾ ഉപയോഗിക്കുന്നവരാണ് RSSകാരെന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ രാജ്യത്ത് RSS സംഘടിപ്പിച്ച വർഗീയ കലാപങ്ങളെ പറ്റി പഠിച്ചാൽ, RSSകാർ നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്തെ മനുഷ്യരെ കുരുതി കൊടുക്കാൻ സംഘടിപ്പിച്ച വർഗീയ കലാപങ്ങളുടെ നേർചിത്രങ്ങൾ നാം കണ്ടാൽ, ആ വർഗീയ കലാപങ്ങളിൽ വാളും ശൂലവുമായി പാഞ്ഞെടുക്കുന്ന RSSകാരൻ, സംഘപരിവാറുകാരൻ മനുഷ്യനെ അഴിഞ്ഞു വീഴ്ത്തുമ്പോൾ വിളിച്ച മുദ്രാവാക്യത്തിന്റെ പേര് ജയ് ശ്രീരാം എന്നായിരുന്നു എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യനെ കൊന്നുതള്ളുന്ന മൃഗീയമായ വർഗീയ കലാപവേളകളിൽ രാമന്റെ പേരുപയോഗിക്കുന്ന ഈ RSSകാരെ എങ്ങനെയാണ് ദൈവവിശ്വാസികളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? മനുഷ്യനെ ചുട്ടരിച്ച് കളഞ്ഞെടുത്ത്, മനുഷ്യനെ വെട്ടിവീഴ്ത്തുന്നെടുത്ത്, തൃശൂലം കൊണ്ട് മനുഷ്യനെ കുത്തിവീഴ്ത്തുന്നെടുത്ത് ദൈവത്തിന്റെ പേര് വലിച്ചിഴച്ചവരാണ് ഈ RSSകാർ. RSSകാർ വിളിക്കുന്ന ജയ് ശ്രീരാമും ഈ രാജ്യത്തെ സാധാരണപ്പെട്ട മതവിശ്വാസിയുടെ രാമനും രണ്ടും രണ്ടാണെന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒരു യഥാർത്ഥ മതവിശ്വാസിയായ മനുഷ്യൻ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നു. ആ മതവിശ്വാസിയായ രാജ്യസ്നേഹിയായ മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി എന്നായിരുന്നു. ഹേ റാമെന്ന് സദാ ഉച്ചരിച്ചിരുന്ന മനുഷ്യനാണ് മഹാത്മാഗാന്ധി. തന്റെ യോഗങ്ങളിൽ, തന്റെ സംസ്ഥാനങ്ങളിൽ, തന്റെ ധ്യാന മുഹൂർത്തങ്ങളിലെല്ലാം ഹേ റാമെന്ന് സദാ ഉച്ചരിച്ചിരുന്ന മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി. ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും തന്റെ പ്രാർത്ഥനാ യോഗങ്ങളിൽ കൊണ്ടുപോയ മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി എന്ന ദൈവവിശ്വാസിയായ മനുഷ്യന്റെ നേർക്ക് നിറയൊഴിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം RSSന്റെ പ്രത്യയശാസ്ത്രമാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മതവിശ്വാസികളെ കൊന്നൊടുക്കിയവരാണ് RSSകാർ. അവിടെ മതവിശ്വാസിയായ മഹാത്മാഗാന്ധിക്ക് പോലും രക്ഷയുണ്ടായിരുന്നില്ല എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവവിശ്വാസിയായ മഹാത്മാഗാന്ധിയെ പോലും വെറുതെ വിട്ടവരല്ല RSSകാരെന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. RSSന്റെ ദൈവവിശ്വാസം, RSSന്റെ മതസങ്കല്പം, RSS രാഷ്ട്രസങ്കല്പം ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ദൈവസങ്കല്പങ്ങളിൽ നിന്ന്, മതവിശ്വാസങ്ങളിൽ നിന്ന്, ദൈവരൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ വ്യത്യസ്തതയെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് RSSന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് RSSകാർ. ഈ അടുത്തിടയ്ക്കാണ് കേരളത്തിൽ ഒരു സിനിമ ഇറങ്ങിയത്. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ലോകത്തെമ്പാടും ആ സിനിമ ഇറങ്ങിയതാണ്. നമുക്കേവർക്കും പ്രിയങ്കരനായ ഈ രാജ്യത്തിന്റെ തന്നെ ഇപ്പോ ഏറ്റവും മഹത്തരമായ അഭിനേതാവിനുള്ള പുരസ്കാരം കൊടുത്ത് രാജ്യമാതിരിച്ച മോഹൻലാലാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്തത്. കേരളത്തിലെ അഭിമാനമായ മറ്റൊരു നടൻ പൃഥ്വിരാജാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. ആദ്യ ഭാഗം ഇറങ്ങി നമ്മളെല്ലാവരും ആസ്വദിച്ചു. രണ്ടാം ഭാഗം എമ്പുരാൻ എന്ന പേരിൽ കേരളത്തിനകത്ത് ലൂസിഫർ 2 ഇറങ്ങി. ആ സിനിമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരുന്നു. സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആദ്യത്തെ ഷോ രാജ്യത്താകെ കണ്ട്, കേരളത്തിലും കണ്ട്, കേരളത്തിനകത്ത് BJPക്കാർ ഉൾപ്പെടെ എല്ലാവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, ലാലേട്ടൻ തകർത്തു, തിമിർത്തു, ഗംഭീര പടം. ലൂസിഫർ 2 എന്ന മോഹൻലാലിന്റെ ചിത്രത്തെ
വാനോളം പുകഴ്ത്തിയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. കേരളത്തിനകത്തെ എല്ലാ മനുഷ്യരും പണം സ്വീകരിച്ചു. എന്നാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ RSSന്റെ ലേഖനം വരികയാണ്. ഓർഗനൈസർ ലേഖനം വരുന്നതിന് തൊട്ടുപുറമെ നവമാധ്യമങ്ങളിൽ RSSകാരുടെ പ്രചരണം വരുന്നു. RSSനും രാജ്യത്തിനുമെതിരാണ് ലൂസിഫർ 2 എന്ന പടം. എന്റെ RSSന് മോഹൻലാലിന്റെ പടം രാജ്യത്തിനെതിരായ പടമായി തോന്നിയത്? എന്റെ RSSന് ലൂസിഫർ 2 എന്ന യഥാർത്ഥ ഈ രാജ്യത്തിൽ ഇറങ്ങിയ പടത്തെ RSSനെതിരായ ചിത്രമായി തോന്നിയത്? ആ ചിത്രത്തിന്റെ തുടക്കഭാഗത്തിലെ ചില രംഗങ്ങൾ കാണിച്ചിരുന്നത് ഗുജറാത്ത് കലാപത്തിന് ചരിത്രമായിരുന്നു. ഗുജറാത്ത് കലാപത്തിന് ചില രംഗങ്ങൾ കാണിച്ചു വന്ന പേരിലാണ് ആ ചിത്രം RSSന് രാജ്യവിരുദ്ധ ചിത്രമായി മാറിയത്. RSSകാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ചിത്രത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ വെട്ടിമാറ്റിയാൽ ആ വെട്ടിമാറ്റപ്പെടുന്ന ഭാഗങ്ങൾ ഈ രാജ്യത്തെ ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടത് കൊണ്ട് ചരിത്രത്തിൽ നിന്ന് വെട്ടിപ്പോകില്ല എന്ന് RSS ബോധ്യപ്പെടുന്നതായിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രക്തമംഗലമായി RSS സംഘടിപ്പിച്ച എല്ലാ കലാപങ്ങളും ഓർത്തുവെക്കപ്പെടും. ഈ രാജ്യത്ത് RSSകാരുടെ നിഷ്ഠൂരമായ വർഗീയ കലാപങ്ങളാൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവനുകൾ ഈ രാജ്യത്ത് ഓർത്തുവെക്കപ്പെടും. 10,000-കണക്കിന് മനുഷ്യരെയാണ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വർഗീയ കലാപങ്ങളിലൂടെ RSSകാർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ വർഗീയ കലാപങ്ങളിൽ പ്രധാനപ്പെട്ട വർഗീയ കലാപങ്ങൾ ഒന്നാണ് ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപം. ആ ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപത്തിൽ ഏതാണ്ട് 97 മനുഷ്യരെയാണ് RSSകാർ ചുട്ടരിച്ച് കളഞ്ഞത്. 97 മനുഷ്യരെ ചുട്ടരിച്ച് കളഞ്ഞ, 37 സ്ത്രീകളെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത, 10 മുകളിൽ വരുന്ന കുട്ടികളെ നിഷ്ഠൂരമായ കലാപവേദിയിൽ തന്നെ തല്ലിക്കൊന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്തവരാണ് രാജ്യത്തെ RSSകാരൻ. ആ ഗുജറാത്ത് കലാപത്തിന്റെ രംഗങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഇറങ്ങുന്ന ഒരു ചിത്രത്തിന്റെ ഭാഗമായി വരുമ്പോ വല്ലാതെ വിരളി കൊണ്ടോടുന്ന RSSകാരനെ ഈ രാജ്യത്ത് ഞാനും നിങ്ങളും കാണുകയാണ്. ഒന്നാമത്തെ ലേഖനത്തിൽ RSSന്റെ ഓർഗനൈസറിൽ വരുന്നത് ചിത്രം രാജ്യത്തിന്റെ പുറത്തിറങ്ങിയ ചിത്രം ദേശവിരുദ്ധമാണെന്നാണെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോ അതേ ഓർഗനൈസറിനകത്ത് പിന്നെയും ലേഖനം വരികയാണ്, ചിത്രത്തിൽ അഭിനയിച്ചവർ ദേശവിരുദ്ധന്മാരാണ്. ഒരു മണി കൂടി കിടന്ന് RSS വീണ്ടും കിടന്നാക്രമിക്കുന്നുണ്ട്. പൃഥ്വിരാജ് തീവ്രവാദിയാണ്. ജോർദാനിൽ ആടുജീവിതം ചിത്രീകരിക്കാൻ പോകുമ്പോ അവിടുത്തെ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടപ്പോ പൃഥ്വിരാജിന് കിട്ടിയ കഥയാണ് ലൂസിഫർ എന്നാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ RSSകാർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ എന്തെല്ലാം മവാദ പ്രചരണങ്ങൾ ഈ രാജ്യത്ത് RSSകാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചിത്രങ്ങളെ പോലും ഭയപ്പെടുന്നവരായി RSSകാർ മാറിയിരിക്കുന്നു. രാജ്യത്തിന് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ചിത്രം രാജ്യത്ത് പുറത്തേക്ക് വന്നാൽ ആ പുറത്തേക്ക് വരുന്ന ചിത്രത്തെ പോലും ഭയപ്പെട്ട് മാറ്റി വഹിക്കുന്നവരാണ് ഈ രാജ്യത്തെ RSSകാരെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്നിട്ടോ രാജ്യത്ത് പുറത്തിറങ്ങുന്ന എല്ലാ ചിത്രങ്ങളും അവർ സെൻസർ ചെയ്യുകയാണ്. രാജ്യത്തെ ചിത്രങ്ങൾ സെൻസർ ചെയ്യുന്നതിന് ഭീകരമായി നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ സെൻസർ ചെയ്യാൻ അവർ തീരുമാനിച്ചു. യഥാർത്ഥ ചരിത്രത്തെയും ശാസ്ത്രത്തെയും കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകത്തിൽ വെട്ടിമാറ്റാൻ അവർ നേതൃത്വം കൊടുക്കുന്നു. 2019-2025 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ ഈ രാജ്യത്തെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന്, ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചരിത്ര ശാസ്ത്ര വസ്തുതകളെ വെട്ടിമാറ്റിയതിന്റെ നേർസാക്ഷികൾ എനിക്ക് നിങ്ങൾക്കും കാണാൻ കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും പരിശോധിച്ചാൽ യഥാർത്ഥ ഭീരുക്കളുടെ പര്യായമാണ് RSSകാർ എന്ന് തിരിച്ചറിയാൻ നമുക്കാവുകയാണ്. ഭീരുക്കളുടെ യഥാർത്ഥ പര്യായമാണ് ഈ രാജ്യത്തെ RSSകാരൻ. RSSന് ചരിത്രത്തെ ഭയമാണ്, RSSന് ശാസ്ത്രത്തെ ഭയമാണ്, RSSന് സത്യങ്ങളെ ഭയമാണ്, RSSന് ജനാധിപത്യത്തെ ഭയമാണ്, RSSന് മതനിരപേക്ഷതയെ ഭയമാണ്, RSSന് സംഘടിതമായ മനുഷ്യശക്തിയെ ഭയമാണ്, RSSന് എല്ലാ വിമോചന പോരാട്ടങ്ങളെയും ഭയമാണ്, RSSന് സിനിമകളെ ഭയമാണ്, RSSന് കവിതകളെ ഭയമാണ്, RSSന് സാഹിത്യകാരന്മാരെ ഭയമാണ്, RSSന് വാർത്തകളെ ഭയമാണ്. വാർത്തകളെയും സിനിമകളെയും സാഹിത്യങ്ങളെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും ചരിത്രത്തെയും ശാസ്ത്രത്തെയും ഭയപ്പെടുന്നവരാണ് രാജ്യത്തെ വില്ലാളിസൂര്യ പരാക്രമികളാണ് തങ്ങളെ നിർമ്മിക്കുന്ന ഈ RSSകാരെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സാഹിത്യകാരന്മാരെ ആക്രമിക്കുന്നത്, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത്, ചരിത്രവും ശാസ്ത്രവും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ ആക്രമിക്കുന്നത്, സിനിമകളെ പോലും വെട്ടിമാറ്റാൻ സെൻസർ ചെയ്യാൻ അവർ തയ്യാറാവുന്നത്, ഇതിനെല്ലാം RSS ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ ഭീരുക്കളാണ്
ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. ഒരു വാർത്ത പുറത്തേക്ക് വന്നാൽ ആ പുറത്തേക്ക് വരുന്ന വാർത്തയെ പോലും ഭയപ്പെടുന്നവർ RSSകാർ. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും RSS നിലയ്ക്ക് വാങ്ങുന്നത് ഈ വാർത്തകളൊന്നും രാജ്യത്ത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. സാഹിത്യകാരന്മാരെ കൊന്നൊടുക്കുന്നത്, വീഴ്ചപ്പെടുത്തുന്നത് RSSനെതിരായി സത്യങ്ങൾ ഈ രാജ്യത്തേക്ക് എഴുതാതിരിക്കാൻ വേണ്ടിയാണ്. ചരിത്രവും ശാസ്ത്രവും പഠിക്കുന്ന പുതിയ തലമുറ വളർന്നു വരാതിരിക്കുക എന്നുള്ളത് RSSന്റെ ആവശ്യമാണ്. സിനിമകളിലൂടെ ഈ രാജ്യത്തെ വർഗീയ കലാപങ്ങളുടെയും RSSന്റെ ചരിത്രത്തിന്റെയും നേതൃത്വങ്ങൾ പുറത്തേക്ക് വന്നാൽ ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന വേവലാതിയിലാണ് സിനിമകളെ സെൻസർ ചെയ്യാൻ RSSകാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ മനുഷ്യനെ തന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന RSSനെയാണ് ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കോർപ്പറേറ്റുകളുടെ സഹായത്തിൽ മാത്രമാണ് ഇന്ന് ഈ രാജ്യത്തെ പിടിച്ചു വെക്കാൻ അവർക്ക് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത, 1 ഏക്കർ ഭൂമി 1 രൂപ വിലക്ക് 30,000 ഏക്കർ വസ്തുവാണ് ഈ രാജ്യത്ത് അദാനിക്ക് കൊടുക്കാൻ RSS തീരുമാനിച്ചത്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ഭൂമിക്കും നീരിനും വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ വർത്തമാനകാല ഇന്ത്യയിലാണ് കോർപ്പറേറ്റുകൾ 1 രൂപ നിരക്കിൽ ഭൂമി കൊടുക്കാൻ RSSും BJPയും തീരുമാനിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് ഇവർ രാജ്യം ഭരിക്കുന്നത്? ഇവർ രാജ്യം ഭരിക്കുന്നത് വർഗീയവാദികൾക്കും അതോടൊപ്പം തന്നെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും വേണ്ടി. ഒരു വശത്ത് വർഗീയവൽക്കരണ അജണ്ട RSS നടപ്പിലാക്കുമ്പോ മറുവശത്ത് ഈ രാജ്യത്തിനകത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നു. കോർപ്പറേറ്റ് വൽക്കരണത്തെയും വർഗീയവൽക്കരണത്തെയും ആശ്രയിച്ച് രാജ്യം ഭരിക്കുന്നവരായി BJP മാറിയിരിക്കുന്നു. ഈ BJPയെ പ്രതിരോധിക്കുക എന്നതാണ് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളായ മനുഷ്യരെയും രാഷ്ട്രീയ ഉത്തരവാദിത്വവും തിരിച്ചറിയുന്നവരാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ ഈ രാജ്യത്തേക്ക് നോക്കിയാൽ, ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ സഖാക്കളിലേക്ക് നോക്കിയാൽ, രാജ്യത്തെമ്പാടും RSSനെതിരായി തീർക്കുന്ന പ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമരൂപങ്ങളെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുകയാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി, പട്ടിണിക്കാരന് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി, ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വേണ്ടി രാജ്യത്ത് പോരാട്ടം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വർത്തമാനകാല ഇന്ത്യയിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നു. അവിടെ RSSനെതിരായി അതിശക്തമായി പ്രതിരോധം തീർക്കേണ്ട രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഉണ്ടല്ലോ, ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് RSSനെ പ്രതിരോധിക്കാൻ രാജ്യം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വെല്ലുവിളിയെ നേരിടാൻ രാജ്യത്തിറങ്ങി പുറപ്പെടുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, RSSനോട് സന്ധി ചെയ്യുന്ന കാഴ്ച ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുകയാണ്. RSSനെ ഈ രാജ്യത്ത് വളർത്തിയവർ ആരാണ്? RSSന്റെ വളർച്ചയ്ക്കെല്ലാം സഹായങ്ങളും ചെയ്തു കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ്? RSSന്റെ ചരിത്രം ഞാനും നിങ്ങളും പഠിച്ചാൽ RSSന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം 90കൾക്ക് ശേഷമാണ് എന്ന് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. 1992 ഈ രാജ്യത്ത് നടക്കുന്ന ഒരു ചരിത്ര സംഭവം രാജ്യത്ത് നടക്കുകയാണ്. ആ സംഭവം മറ്റൊന്നുമായിരുന്നില്ല, രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന ബാബറി മസ്ജിദ് തകർച്ചയായിരുന്നു എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 1992 ഒരു മതവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന പള്ളി, ആ പള്ളിയെ പൊളിച്ചെടുക്കാൻ രാജ്യത്തെ സംഘപരിവാരവും കർഷകന്മാരും പാഞ്ഞെടുത്തപ്പോ ആ കർഷകന്മാർ പള്ളി പൊളിക്കാൻ നേതൃത്വം കൊടുക്കുമ്പോ ആ പള്ളി പൊളിച്ച് രാമക്ഷേത്രം എന്ന മുദ്രാവാക്യത്തെ മുന്നോട്ട് വെച്ചാണ് വർഗീയ രൂപീകരണത്തിലൂടെ RSS ശക്തിപ്പെടാൻ ശ്രമിച്ചതെന്ന ചരിത്രത്തിൽ നിന്ന് നാം ഓർത്തെടുക്കേണ്ടതാണ്. ഇന്ന് മതനിരപേക്ഷതയെ പറ്റിയും ജനാധിപത്യത്തെ പറ്റിയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വർത്തമാനം പറഞ്ഞു ഈ കേരളത്തിനകത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ രക്ഷകന്മാരായി അവതരിക്കുമ്പോ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ RSSനെ വളർത്തിയതിന്റെ ഏടുകൾ എങ്ങനെയാണ് കോൺഗ്രസിന് മറന്നു പോകാൻ കഴിയുന്നത്? ഈ രാജ്യത്തെ മനുഷ്യർ ഓർത്തെടുക്കുന്ന ഒരു ചരിത്രമില്ലേ? 1992 ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളെ തകർത്തെടുക്കാൻ കർഷകന്മാർ RSSകാർ പാഞ്ഞെടുക്കുമ്പോ ഈ രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു? രാജ്യത്തിന് ന്യൂനപക്ഷ സംരക്ഷകർ തങ്ങളാണെന്ന് ഈ കേരളത്തിൽ വരുന്ന പ്രസംഗിക്കുന്ന കോൺഗ്രസുകാരൻ ഓർത്തെടുക്കേണ്ട ചരിത്രമാണത്. രാജ്യത്തെ RSSകാരൻ ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുമ്പോ രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നു. എല്ലാ സഹായവും കോൺഗ്രസ് ചെയ്തു കൊടുത്തു. പട്ടാളം ഉണ്ടായിരുന്നു കയ്യിൽ, സൈന്യമുണ്ടായിരുന്നു കയ്യിൽ, സർവ്വസൈന്യാംഗങ്ങളും രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് ഉണ്ടായിരുന്നിട്ട് ഒരാളെയും ഇറക്കി
ആ ബാബരി മസ്ജിദ് പൊളിക്കുന്നത് നാളത്തിനെ തടയാൻ ഇടപെടൽ നടത്താത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കോൺഗ്രസിന് എങ്ങനെയാണ് RSSനെ പ്രതിരോധിക്കാൻ കഴിയുന്നത്? ഈ കോൺഗ്രസിന് എങ്ങനെയാണ് RSSന്റെ വർഗീയ അജണ്ടയെ പ്രതിരോധിക്കാൻ കഴിയുന്നത്? 1992 മുമ്പും 1992 ശേഷവും RSSനെ പരോക്ഷമായി സഹായിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇനി ചരിത്രത്തിലേക്ക് പോകാതെ തന്നെ വർത്തമാനകാല ഇന്ത്യയിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഈ രാജ്യത്ത് കേരളം വിട്ട് മറ്റ് 27 സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ ഈ 27 സംസ്ഥാനങ്ങളിൽ എവിടെയാണ് RSSനെതിരായ രാഷ്ട്രീയ സമരം നടത്തുന്ന കോൺഗ്രസിനെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്? RSSനെതിരെ പ്രത്യയശാസ്ത്രപരമായി പോരാട്ടം നയിക്കുന്ന ഒരു സംസ്ഥാന കോൺഗ്രസ് പാർട്ടിയെയും രാജ്യത്തെ കോൺഗ്രസ് നേതാവിനെയും എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് കേരളം വിട്ടാൽ പിന്നെ കാണാനേ കഴിയുന്നില്ല. കേരളത്തിൽ BJPക്കെതിരായി നന്നായി സംസാരിക്കുന്നുണ്ട് കോൺഗ്രസുകാരൻ. അതിന്റെ കഥ ഞാൻ പുറകിന് പറയാം. ഈ രാജ്യത്തേക്ക് നിങ്ങൾ നോക്ക്, രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ നോക്ക്. ഈ രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുമ്പോ, ദളിതന്മാർ വേട്ടയാടപ്പെടുമ്പോ, രാജ്യത്ത് പ്രതികരിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരും ആക്രമിക്കപ്പെടുമ്പോ അവർക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് പാർട്ടിയെ എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയുന്നുണ്ടോ? ഈ അടുത്തിടയ്ക്കാണ് ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടത്. ആ കാഴ്ച ഞാനും നിങ്ങളും കണ്ടതാണ്. ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല കേട്ടോ, അവരെ നിഷ്ഠൂരമായി ജയിലിനകത്ത് അടക്കാൻ BJPയുടെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അങ്ങനെ BJPയുടെ ഗവൺമെന്റ് തീരുമാനിക്കുമ്പോ ആ തീരുമാനത്തിനെതിരായി നാം നിത്യപൂർവ്വം ചോദിക്കൊണ്ടൊരു ചോദ്യമില്ലേ? ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിക്കാരനാണ്. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടി, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി കന്യാസ്ത്രീകളെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഒരു പ്രതിഷേധ പ്രകടനം, ഒരു പ്രതിഷേധ യോഗം, ഒരു സമരം നടത്തിയതിന്റെ ചിത്രം ഈ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് പങ്കുവെക്കാൻ ഉണ്ടാകുമോ? ഒരു പ്രതിഷേധവും ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നടത്തിയിട്ടേ ഇല്ല. അവിടുത്തെ പ്രതിപക്ഷ നേതാവിനോട് കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ചു, അല്ല 2 കന്യാസ്ത്രീകളെ, മലയാളികളായ കന്യാസ്ത്രീകളെ ആക്രമിച്ചിരിക്കുന്നു ബജംഗൾ, ആ ബജംഗളിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ കോൺഗ്രസിന് പ്രതിഷേധമില്ല, സമരമില്ല, പോരാട്ടമില്ല, പ്രതികരണമില്ല എന്ന് നാം തിരിച്ചറിയണം. ഇനി ഉത്തർപ്രദേശ് നിങ്ങൾ എടുക്കും. എന്താ ഉത്തർപ്രദേശിന്റെ പ്രത്യേകത? ജവഹർലാൽ നെഹ്റു തൊട്ട് ജവഹർലാൽ നെഹ്റുവും രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികരിച്ച മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്നും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്ന മണ്ഡലം ഈ രാജ്യത്ത് ഉത്തർപ്രദേശിലാണ്. ആ ഉത്തർപ്രദേശിൽ സമാനതകളില്ലാത്ത നിലയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോ എന്ത് പ്രതിഷേധമാണ്, എന്ത് പ്രതിഷേധമാണ് രാജ്യത്തെ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ തീർക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുകയല്ലേ? ഒരു പ്രതിഷേധം, ഒരു പ്രതിരോധം ഉത്തർപ്രദേശിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ മധ്യപ്രദേശ് എടുക്കുക. മധ്യപ്രദേശിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടല്ലോ. മധ്യപ്രദേശിലെ മനുഷ്യരെ, ന്യൂനപക്ഷങ്ങളെ, ദളിതരെ ആക്രമിക്കാൻ അവിടുത്തെ സിംഗരിമാർ നേതൃത്വം കൊടുക്കുമ്പോ ഒരു പ്രതിഷേധം, ഒരു പൊതുയോഗം സംഘടിപ്പിക്കുന്ന കോൺഗ്രസിനെ എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയുന്നുണ്ടോ? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉള്ള സംസ്ഥാനമാണ്. ആ മഹാരാഷ്ട്രയിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ അവിടെ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയുന്നില്ല. അന്ന് രാജസ്ഥാനിൽ, ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുള്ള സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താൻ കോൺഗ്രസിനെ എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയുന്നില്ല. തൊട്ടപ്പുറത്തെ സംസ്ഥാനമാണ് കർണാടക. ആ കർണാടകയുടെ നിയമസഭയിൽ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെ ഉൾച്ചേർത്തിരിക്കുന്ന ജനഗീതം പാടുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ഞാനും നിങ്ങളും കാണുകയാണ്. കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രിയായ സാക്ഷാൽ DK ശിവകുമാർ രാജ്യത്തിന്റെ അവിടുത്തെ സംസ്ഥാനത്തിന്റെ നിയമസഭയിൽ RSSന്റെ ജനഗീതം പാടുന്ന കാഴ്ച രാജ്യം നോക്കിക്കാണുന്നത് ഞാനും നിങ്ങളും കണ്ടു. അവിടെ കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി ഒരു കോളേജിൽ ABVP-കാരൻ പരിപാടി സംഘടിപ്പിക്കുമ്പോ ആ ABVP-യുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കാഴ്ച
ഞാനും നിങ്ങളും കണ്ടതാണ്. തൊട്ടപ്പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട് തെലങ്കാന. ആ തെലങ്കാനയിൽ നിന്ന് രാജ്യത്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നു. ആ വാർത്ത മറ്റൊന്നുമായിരുന്നില്ല. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും RSSകാരൻ ആഘോഷം നടത്തുമ്പോ ഘോഷയാത്ര നടത്തുമ്പോ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ ടാർപോളിട്ട് മറച്ച കാഴ്ച ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് സമാനമായ കാഴ്ച കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ഹൈദരാബാദ് പട്ടണത്തിൽ RSSന്റെ ഘോഷയാത്ര തുടർന്ന് അവിടെ ടാർപോളിട്ട് മറക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളെ ഞാനും നിങ്ങളും കാണുകയാണ്. കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ നിന്ന് വന്ന വാർത്ത, മലയാളിയായ ഒരു മനുഷ്യൻ ഹൈദരാബാദ് പട്ടണത്തിൽ ഒരു കട നടത്തുമ്പോ ആ കടയിൽ ബീഫ് വിറ്റു എന്ന കാരണത്താൽ ആ കട അടിച്ചു പൊളിക്കുന്ന വെജൻ കടകാരനെ ഞാനും നിങ്ങളും ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് കാണുകയാണ്. അപ്പൊ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമില്ലേ, സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ മലയാളികൾ ചോദിക്കേണ്ട ചോദ്യമില്ലേ, കോൺഗ്രസ് ഉള്ളിടത്ത്, കോൺഗ്രസ് ഭരിക്കുന്നിടത്ത്, കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നിടത്ത്, കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നിടത്ത് ഈ രാജ്യത്ത് RSS അഴിഞ്ഞാടുമ്പോ എന്ത് പ്രതിരോധം തീർക്കാനാണ് രാജ്യത്തെ കോൺഗ്രസിന് സാധിച്ചിട്ടുള്ളത്? കർണാടകയിൽ കോൺഗ്രസിന് പ്രതിരോധമുണ്ടോ? തെലങ്കാനയിൽ കോൺഗ്രസിന് പ്രതിരോധമുണ്ടോ? മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പ്രതിരോധമുണ്ടോ? രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസിന് പ്രതിരോധമുണ്ടോ? ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് പ്രതിരോധമുണ്ടോ? ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് പ്രതിരോധമുണ്ടോ? ഡൽഹിയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസിന് പ്രതിരോധമുണ്ടോ? ഇങ്ങനെ രാഷ്ട്രീയമായി RSSനെ പ്രതിരോധിക്കാൻ കഴിയാതെ RSSനോട് സന്ധി ചെയ്ത് നിൽക്കുന്ന കോൺഗ്രസിനെയാണ് രാജ്യത്തെമ്പാടും പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും നോക്കിക്കാണാൻ കഴിയുന്നത്. ഈ സന്ധി ചെയ്യലാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് അണമുറിയാത്ത നദീജല പ്രവാഹം പോലെ നേതാക്കന്മാർ ഒഴുകിപ്പോകാനുള്ള കാരണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് മഹാനായ ഒരു മനുഷ്യരെ AICC ജനറൽ സെക്രട്ടറിയായി അവിടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇപ്പോ കേരളത്തിൽ എന്ത് വിഷയമുണ്ടായാലും പ്രതിപക്ഷ നേതാവിനേക്കാളും KPCC പ്രസിഡന്റിനേക്കാളും ആവേശത്തിൽ പ്രതികരിക്കുന്നത് AICC ജനറൽ സെക്രട്ടറിയായ സാക്ഷാൽ KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയായി അവിടെ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട ശേഷം ഈ രാജ്യത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയം ഞാനും നിങ്ങളും പഠിച്ചാൽ എത്രയോ നേതാക്കന്മാരാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയതെന്ന് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുകയാണ്. ഈ കോൺഗ്രസിനെ എങ്ങനെ മതനിരപേക്ഷവാദികൾക്ക് വിശ്വസിക്കാൻ കഴിയും? RSSനോട് എല്ലാ തലങ്ങളിലും സന്ധി ചെയ്ത് ജീവിക്കുന്ന ഈ കോൺഗ്രസിനെയാണോ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിന്, രാജ്യത്തെ മതനിരപേക്ഷവാദികൾക്ക്, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ അവശേഷിക്കുകയാണ്. അവിടെ അഭിമാനത്തോടെ ഈ കേരളത്തിലെ മനുഷ്യർ ഓർത്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഇന്ത്യൻ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് ഈ കേരളത്തിൽ പുറത്തേക്ക് വന്നു. രാജ്യത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ, BJP ഇതര മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം ഇവിടെ നമ്മുടെ രാജ്യത്തുണ്ട്. ക്രൈം റെക്കോർഡ് ബ്യൂറോ അവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോ പ്രധാനപ്പെട്ട തലവാചകത്തിന് ഒരു കണക്ക് രാജ്യത്ത് പുറത്തേക്ക് വിട്ടു. രാജ്യത്ത് വർഗീയ വംശീയ കലാപങ്ങൾ എണ്ണമറ്റ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് വംശീയ വർഗീയ കലാപങ്ങൾ എണ്ണമറ്റ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും വംശീയ കലാപങ്ങളില്ലാത്ത, വർഗീയ കലാപങ്ങളില്ലാത്ത, ജാതി വിവേചനത്തിന്റെ പേരിൽ കലാപങ്ങൾ നടക്കാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് ആ റിപ്പോർട്ടിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിനകത്തെ കോൺഗ്രസുകാരനും ലീഗുകാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും SDPIക്കാരനും ഉൾപ്പെടെയുള്ള BJP രാഷ്ട്രീയ പാർട്ടികൾ കൂടി കേൾക്കാൻ, വ്യക്തമായി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് വർഗീയ വംശീയ കലാപങ്ങളില്ലാത്ത, ജാതീയമായ വിവേചനങ്ങളുടെ പേരിൽ കലാപങ്ങൾ നടക്കാത്ത ഒറ്റ സംസ്ഥാനമാണ് രാജ്യത്തെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പുറത്തേക്ക് വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല, BJP കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. അഭിമാനത്തോടെ പറയട്ടെ, വർഗീയ വംശീയ കലാപങ്ങളില്ലാത്ത, ജാതി വിവേചനങ്ങളുടെ പേരിൽ കലാപങ്ങൾ നടക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം അത് ഇടതുപക്ഷം ഭരിക്കുന്ന
കേരളമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്റെ ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ RSSകാർ പാഞ്ഞെടുക്കുന്നത് പോലുള്ള ധൈര്യം ഈ കേരളത്തിൽ RSS കാണിക്കാത്തത്? എന്റെ ഈ രാജ്യത്തെ സ്കൂളുകളിൽ പോയി RSSന്റെ ചരിത്രം പഠിപ്പിക്കണമെന്ന് ഈ കേരളത്തിനകത്ത് RSSകാരന് വാശി പിടിക്കാൻ കഴിയാത്തത്? എന്റെ ഈ രാജ്യത്തിനകത്ത് മനുഷ്യരുടെ കേരളത്തിനകത്തെ മനുഷ്യന്റെ അടുക്കളയിലേക്ക് പോയി അവൻ എന്താണ് പാചകം ചെയ്യുന്നതെന്ന് RSS നോക്കാൻ ധൈര്യപ്പെടാത്തത്? എന്റെ ഈ രാജ്യത്തെ കേരളത്തിനകത്തെ മനുഷ്യർ എന്ത് വസ്ത്രമാണ് ധരിക്കുന്നതെന്ന് നോക്കാൻ RSSകാരന് ധൈര്യം വരാത്തത്? നമ്മുടെ അടുക്കളയിലേക്ക് വരാൻ, നമ്മുടെ പാഠപുസ്തകങ്ങളിലേക്ക് വരാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, നമ്മുടെ മതവിശ്വാസങ്ങളിലേക്ക് കടന്നു വരാൻ, അങ്ങനെ കടന്നുവന്ന് ആ മതവിശ്വാസങ്ങളിൽ വിഷം കലർത്തി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഈ കേരളത്തിനകത്ത് RSSന് എന്താണ് ധൈര്യമില്ലാത്തത്? കോൺഗ്രസുകാരെ മനസ്സിലാക്കണം, SDPIക്കാരെ മനസ്സിലാക്കണം, ജമാഅത്ത് ഇസ്ലാമിക്കാരെ മനസ്സിലാക്കണം, ലീഗുകാരെ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് കോൺഗ്രസുള്ള എല്ലാ പ്രദേശങ്ങളിലും അവിടെ ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും പട്ടികവർഗ വിഭാഗങ്ങളും മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളും സാഹിത്യകാരന്മാരും വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം ആക്രമിക്കപ്പെടുമ്പോ ആ അക്രമത്തിന് ഈ കേരളത്തിനകത്ത് നേതൃത്വം കൊടുക്കാൻ RSSന്റെ ധൈര്യം വരാത്തത്? കുറുവടിയുമായി ഈ കേരളത്തിനകത്ത് RSS പ്രകടനം നടത്താറുണ്ട്. എന്നാൽ ആ കുറുവടിയുമായി ഈ കേരളത്തിനകത്ത് ഒരു ന്യൂനപക്ഷക്കാരനെയും ആക്രമിക്കാൻ എന്റെ RSSന് ധൈര്യമില്ലാത്തത്? കോൺഗ്രസുകാര, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിനകത്ത് ഒരു ന്യൂനപക്ഷക്കാരനെയും ഒരു ദളിത് മനുഷ്യനെയും ഒരു പട്ടികവർഗക്കാരനെയും ഒരു മതനിരപേക്ഷവാദിയായ മനുഷ്യനെയും ഈ കേരളത്തിനകത്ത് RSSകാരൻ ആക്രമിക്കാൻ ധൈര്യപ്പെടാത്തത്? വെണ്ടയും എടുത്തിറങ്ങി ഈ കേരളത്തിനകത്ത് ഒരു മനുഷ്യരെയും അടിച്ചു നീക്കാൻ RSSകാരന് ധൈര്യമില്ലാതായി പോകുന്നത്? അങ്ങനെ ദണ്ഡയുമായി ഈ കേരളത്തിനകത്ത് ന്യൂനപക്ഷങ്ങളെയും ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷവാദികളെയും ആക്രമിക്കാൻ RSS ഇറങ്ങി പുറപ്പെട്ടാൽ ആ പുറപ്പെടുന്ന RSSകാരന്റെ നട്ടല്ലടിച്ചൊടുക്കാൻ ഈ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്ന ഭയം കൊണ്ടാണ് ഈ RSSകാരിൽ നിന്ന് കേരളത്തിനകത്ത് കഴിഞ്ഞാടാൻ ധൈര്യപ്പെടാതെ കയറിയിരിക്കുന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. RSSനെ പ്രത്യയശാസ്ത്രപരമായി ഈ രാജ്യത്ത് പ്രതിരോധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കേരളത്തിൽ RSSനെതിരായ നിരന്തരമായ പോരാട്ടം നടത്തുന്നവർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 200 സഖാക്കളെയാണ് ഈ കേരളത്തിനകത്ത് RSSനെതിരെ പ്രതിരോധത്തിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ മാർക്സിസ്റ്റിനും ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ വർഗബഹുജന പ്രസ്ഥാനങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതെന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 200ഓളം വരുന്ന സഖാക്കളെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ RSSകാരൻ RSSന്റെ വർഗീയതയെ പ്രതിരോധിച്ചുവെന്ന കാരണത്താൽ കൊലപ്പെടുത്തുമ്പോഴും ഒരടി വർഗീയ വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ വർഗീയതക്കെതിരായ പോരാട്ടത്തെ മുന്നോട്ട് നയിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തെ RSSകാരൻ നല്ല വൃത്തിയായി മനസ്സിലാക്കിക്കോണം. ഞങ്ങളുടെ ഒരു കൊടി പറിച്ചാൽ ആ കൊടിക്ക് ചുറ്റും കിട്ടുന്ന തോരണം പറിച്ചാൽ ഈ കേരളത്തിലെ ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് വീടുകളിൽ ഇരിക്കുമെന്നാണ് RSSകാര നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഈ കേരളത്തിനകത്തും ഈ പ്രദേശത്തിനകത്തും ഒരു കൊടി നിങ്ങൾ പറിച്ചാൽ ആ കൊടിക്ക് സംരക്ഷണം ഒരുക്കാൻ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ അണിനിരക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടതായി വരും. ഇന്ന് ഈ യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സഖാക്കളും എത്തിയിട്ടില്ല എന്ന ജാഗ്രത നീ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ എത്തിയവരെ മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ, ആ എത്തിയവരുടെ എണ്ണം മാത്രം നിങ്ങൾ ഒന്ന് കണക്കൂട്ടിയാൽ നിങ്ങളുടെ അംഗസംഖ്യയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഈ കേരളത്തിനകത്തെ ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആനയും ഉറുമ്പും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഉറുമ്പിന് സംഭവിക്കാൻ പോകുന്നത് എന്താകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഹിന്ദു വിചാരം ഉണ്ടാവേണ്ടത് ആനയ്ക്കല്ല ഉറുമ്പിനാണ് എന്ന് സ്നേഹത്തോടെ ഈ പ്രദേശത്ത് RSSകാരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷം RSSനോടല്ല മത്സരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷം കോൺഗ്രസിനോടുമല്ല മത്സരിക്കുന്നത്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഈ പ്രദേശത്തെ ജനങ്ങളോട്
ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് BJPക്കെതിരെയും കോൺഗ്രസിനെതിരെയും മത്സരിക്കാനല്ല ഞങ്ങളുടെ ഊർജം ചെലവാക്കുന്നത്. ഈ കേരളത്തിലെ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റും ആ ഇടതുപക്ഷ ഗവൺമെന്റിനെ താങ്ങി നിർത്തിയിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരുടെ ഊർജം ഇന്ന് ചെലവാക്കുന്നത് കേരളത്തിലെ RSSനെയോ BJPയോ കോൺഗ്രസിനെയോ എതിർക്കാനോ അവർക്കെതിരെ പോരാട്ടം ആ നിലയിൽ സംഘടിപ്പിച്ച് സമയം കളയാനോ അല്ല. ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളോട് ഈ കേരളത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷം കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ മനുഷ്യന്റെ ജീവിതങ്ങളെ ലോകത്തെ വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെ ഈ കൊച്ചുനാട് നടന്നു കയറുകയാണ്. പട്ടിണിയില്ലാത്ത നാടിനെ പറ്റി പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൈന അതിരാജ്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യമാണ്. പട്ടിണിയില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനത്തെ പറ്റി RSSകാര നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ? ഒരു കാര്യത്തിൽ കേരളത്തിലെ RSSകാരനും ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായി അവർക്ക് ആത്മവിശ്വാസത്തോടെ കേരളത്തിനകത്ത് ജീവിക്കാം. അവർ ജനിച്ചത് കേരളത്തിലായതുകൊണ്ട്, കേരളത്തിനകത്ത് ഒരാളും പട്ടിണി വെക്കാത്തത് കൊണ്ട് RSSകാരനും കേരളത്തിൽ പട്ടിണി വെക്കേണ്ടി വരില്ല. പട്ടിണിയില്ലാത്ത നാടായി ഈ കൊച്ചു കേരളം പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും നോക്കി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. EMS പറഞ്ഞിട്ടുണ്ട്, എല്ലാ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും നടപ്പിലാക്കാനല്ല ഞങ്ങൾ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നത്. ഒരു ബൂർഷ്വാ ഭരണകൂടം രാജ്യത്ത് നിലനിൽക്കുമ്പോ ആ ബൂർഷ്വാ ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, അതിന് കീഴിലെ ഒരു ഭരണകൂടം എന്ന നിലയിൽ ഞങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്നതെന്ന്. എന്നാൽ അവിടെ നിന്ന് ഒരു പടി കൂടി കടന്ന് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമെന്ന് ഈ നവംബർ 1-ാം തീയതി കേരളം ലോകത്തോട് വിളിച്ചു പറയാൻ പോകുന്നു. എന്താണ് കമ്മ്യൂണിസം എന്ന് ചോദിച്ചാൽ, ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും നിരാലംബനായ മനുഷ്യന്റെ കണ്ണുനീര് തുറയ്ക്കുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമെന്ന് ആവേശത്തോടെ ഞങ്ങൾ പറയും. ഇതാ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഭരണം നവംബർ 1-ാം തീയതി കേരളപ്പിറവിയുടെ അസുലഭമായ മുഹൂർത്തത്തിൽ ഈ ലോകത്തോട് പ്രഖ്യാപിക്കാൻ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കൊച്ചു കേരളമുണ്ടല്ലോ, 3.25 കോടി മലയാളികൾ ജീവിക്കുന്ന ഈ കൊച്ചു കേരളം നവംബർ മാസം 1-ാം തീയതി ലോകത്തോട് പ്രഖ്യാപിക്കാൻ പോകുന്നു. 147 രാജ്യങ്ങളുള്ള ലോക പട്ടിക സൂചികയിൽ 105-ാം സ്ഥാനത്ത് നിൽക്കുന്ന RSS ഭരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമായ ഈ കൊച്ചു കേരളം പ്രഖ്യാപിക്കാൻ പോകുന്നു. നവംബർ 1-ാം തീയതി ഈ കൊച്ചു കേരളത്തിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ 9 വർഷക്കാലം പൂർത്തിയാകുമ്പോ അതിദാരിദ്ര്യത്തിൽപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത നാടാണ് നമ്മുടെ കേരളമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോകുന്നു. ഈ പ്രഖ്യാപനം ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളത്തെ എത്തിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോസ്റ്റ് വരുന്നത്, സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികളാണ് അതിദാരിദ്ര്യമുക്തമാക്കാൻ കേരളത്തെ സഹായിച്ചതെന്ന്. അങ്ങനെ ഇരുന്നാൽ തന്നെ ഈ രാജ്യത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളിൽ എന്ത് അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഇവർക്ക് കഴിയാതെ പോയത്? ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയിട്ടും രാജ്യത്തെ പട്ടിണി സൂചിക 105-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് എന്താണെന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിശദീകരിക്കാൻ കൂടി തയ്യാറാവേണ്ടതില്ലേ? ഇങ്ങനെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളെ ഞങ്ങളുടെ പദ്ധതികളാണെന്ന് ഏറ്റെടുത്ത് വീണ്ടും പറയാനല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒന്ന് ഈ കേരളത്തിന് വേണ്ടി നടപ്പിലാക്കാൻ BJPക്കാര നിങ്ങൾക്കായിട്ടുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടതായിട്ടില്ലേ? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോ ഈ നാട്ടിലെ സാധാരണക്കാരായ BJPക്കാർ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, മലയാളികളായ മനുഷ്യർ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് 1,44,000 കോടി രൂപയാണ്
കേരളത്തിന് അവകാശപ്പെട്ടത് പ്രിയപ്പെട്ടവരെ കേന്ദ്ര ഗവൺമെന്റ് വിവിധങ്ങളായ പദ്ധതികളിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് നിന്ന് വെട്ടിക്കുറച്ചതെന്ന് നാം ബോധ്യപ്പെട്ടതായിട്ടുണ്ട്. ഈ 1,44,000 കോടി രൂപ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട തുക പിടിച്ചു വെക്കുമ്പോ ആ പിടിച്ചുവെച്ച കേന്ദ്ര നയത്തിന് ബദലായ നയത്തെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഇടത് ഗവൺമെന്റിനെ ഞാനും നിങ്ങളും കാണുകയാണ്. ആ ഗവൺമെന്റിനെ എത്രയൊക്കെ സമ്മർദ്ദത്തിലാക്കാൻ രാജ്യം ഭരിക്കുന്ന BJP ശ്രമിച്ചാലും ആ സമ്മർദ്ദങ്ങളെയെല്ലാം അതിജീവിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന BJP ഗവൺമെന്റും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഏത് മുതലാളിയെ കൊണ്ടുവന്ന് ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയാലും അങ്ങനെ മുതലാളിമാർക്ക് കീഴ്പ്പെടുന്നതല്ല കേരളത്തിന്റെ ചരിത്രമെന്ന് നന്നായി ഇവിടുത്തെ BJPക്കാർ മനസ്സിലാക്കുന്നതാണ്. BJPക്കാരന്റെ ഗതികേട് ആലോചിക്കുമ്പോഴാണ് എന്റെ സങ്കടം മുഴുവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർ വന്ന് സ്ഥലം വാങ്ങിക്കുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് മുതലാളികൾ വന്ന് കെട്ടിടം വാങ്ങിക്കുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. വലിയ കോംപ്ലക്സുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മുതലാളിമാർ പണിയുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഈ രാജ്യത്ത് മുതലാളിമാർ വന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിലക്കെടുക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? BJPക്കാരാ നീയൊക്കെ ഇവിടെ ഈ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൊടിയും വടിയും പിടിച്ച് നടക്കുമ്പോ നിന്റെ നേതാവായിരിക്കാൻ നിന്റെ ഇടയിൽ കൊടിയും വടിയും പിടിക്കുന്ന ഒരുത്തനും യോഗ്യതയില്ലെന്നാണ് നിങ്ങളുടെ ദേശീയ നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോക്കൂ, പൈസയുള്ള ഒരുത്തൻ, രാജ്യത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടിയ ഒരുത്തൻ, ബിസിനസ് നടത്തി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചൊരുത്തൻ, കർണാടകയിലെ സർക്കാർ ഭൂമി അടിച്ചു മാറ്റി ആ ഭൂമി മറിച്ചു വിറ്റ് ആ പൈസ ഉൾപ്പെടെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിരുന്ന മനുഷ്യൻ കേരളത്തിലേക്ക് വന്ന് നീ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കൊണ്ടുപോയി കേരളത്തിലെ സാധാരണക്കാരായ BJPക്കാരനും ഈ പദവിയിലിരിക്കാൻ അർഹതയില്ലെന്നും പണത്തിന്റെ പേരിൽ മുതലാളിയായ ഒരുത്തന് ഇരിക്കേണ്ട കസേരയാണിതെന്നും തീരുമാനിച്ചിട്ട് ആ മുതലാളിയുടെ കീഴിലിരുന്ന് കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കാൻ എന്തർഹതയാണ് ഈ കേരളത്തിലെ BJPക്കാരുള്ളതെന്ന് BJPക്കാരൻ സ്വയം ചിന്തിക്കലാണ്. മുതലാളിക്ക് കീഴ്പ്പെട്ട പാർട്ടിയാണല്ലോ കേരളത്തിലെ BJP എന്ന് നിങ്ങൾ ബോധ്യപ്പെടണം. ആ മുതലാളി ചാക്കിനകത്ത് പൈസ കൊണ്ട് കേരളത്തിൽ മറിച്ചപ്പോ ആ പൈസയ്ക്ക് മുന്നിൽ മലർന്നു വീണവരാണ് കേരളത്തിനകത്ത BJPക്കാരനെന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടോണം. ഈ കേരളത്തിലെ മനുഷ്യരെ സാമ്പത്തികം കൊണ്ട് മുതലാളിയുടെ കെട്ടിടക്കിലുള്ള പൈസ കൊണ്ട് വിലക്ക് വാങ്ങാമെന്ന് വിചാരിച്ചാൽ മലയാളികളുടെ ആത്മവിശ്വാസത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ സർ CP തൊട്ട് ഈ കേരളത്തിനകത്തെ ഒരു സാമ്രാജ്യവാദിക്കും മുതലാളിക്കും ജന്മിത്തമ്പുരാനും കീഴ്പ്പെട്ടതല്ല ഈ കേരളത്തിലെ മലയാളികളുടെ ആത്മാഭിമാനമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളം പോരാട്ടം തുടരുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്വം, കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം 100% നിറവേറ്റിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ആ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഇടതുപക്ഷത്തോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന്, നിങ്ങൾ അഹങ്കാരികളായിട്ടല്ലേ അങ്ങനെ പ്രസംഗിക്കുന്നതെന്ന്. കോൺഗ്രസുകാരാ, BJPക്കാരാ, ലീഗുകാരാ, SDPIക്കാരാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും ഇടതുപക്ഷം വരുമെന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ അഹങ്കാരമല്ല, ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. തൊഴിലാളികളുടെ വിയർപ്പാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂലധനം. തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാധാരണക്കാരന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ സാധാരണക്കാരന്റെ ഇടയിലേക്ക് ചെല്ലുമ്പോ, ഞങ്ങൾ സാധാരണക്കാർക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ, ഇന്ന് നിങ്ങൾ കോൺഗ്രസുകാരനും BJPക്കാരനും ഉൾപ്പെടെ വീട് കയറാൻ നിങ്ങൾ ഈ കേരളത്തിലെ മനുഷ്യർക്കിടയിലേക്ക് ചെല്ലുമ്പോ, ഈ കേരളത്തിലെ 3.25 കോടി വരുന്ന മനുഷ്യരുണ്ടല്ലോ, അവരുടെ കണ്ണുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. BJPക്കാരനും കോൺഗ്രസുകാരനും തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വീട് കയറിയിറങ്ങി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുമ്പോ, ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആ വീട്ടിലെ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് കോൺഗ്രസുകാരാ BJPക്കാരാ നിങ്ങൾ നോക്കാൻ തയ്യാറാവണം. നിങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യന്റെ
കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ മനുഷ്യന്റെ കണ്ണുകളിൽ നിങ്ങൾക്കൊരു തിളക്കം കാണാൻ കഴിയും. ആ തിളക്കം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ തിളക്കം കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ സർവസംതൃപ്തരായി ഈ കേരളത്തിനകത്തെ മനുഷ്യർ സുഖകരമായി സന്തോഷപൂർവം സാഹോദര്യത്തോടെ എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിക്കുന്നതിന്റെ സന്തോഷത്തിൽ നിന്ന് വരുന്ന തിളക്കമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടപ്പോ ആ പൊതുവിദ്യാലയങ്ങളിൽ ഹൈടെക് ക്ലാസ് മുറികളിൽ സന്തോഷത്തോടെ ഇരുന്ന് പഠിക്കുന്ന പുഞ്ചിരി തൂങ്ങി പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളുടെ രക്ഷിതാക്കളുടെ കണ്ണിൽ നിങ്ങൾക്ക് ആ തിളക്കം കാണാൻ കഴിയും. 1600 രൂപ ഇന്നുവരെ മുടക്കമില്ലാതെ കേരളപെൻഷൻ വായിക്കുന്ന 65 ലക്ഷത്തോളം വരുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ കണ്ണിൽ നിങ്ങൾക്ക് ആ തിളക്കം കാണാൻ കഴിയും. 4.25 ലക്ഷം കുടുംബങ്ങളുണ്ട് ഈ കേരളത്തിൽ. ലൈഫ് എന്ന പദ്ധതിയിലൂടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീട് കൊടുത്ത് ചേർത്ത് പിടിച്ച 4.25 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളുടെ കണ്ണിൽ, ആ മനുഷ്യരുടെ കണ്ണിൽ നിങ്ങൾക്കൊരു തിളക്കം കാണാൻ കഴിയും. ഈ കേരളത്തിനകത്ത് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ചികിത്സ നേടുന്ന, ഉന്നത നിലവാരമുള്ള ചികിത്സയ്ക്ക് വിധേയമായി ആരോഗ്യം നേടുന്ന, സുഖം പ്രാപിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരുടെ കണ്ണിൽ നിങ്ങൾക്കൊരു തിളക്കം കാണാൻ കഴിയും. ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ കരുതൽ സ്പർശനേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തമ്മിൽ സുഖകരമായി ജീവിക്കുന്ന ഈ കേരളത്തിലെ മനുഷ്യരുടെ കണ്ണിലെ തിളക്കമുണ്ടല്ലോ, ആ തിളക്കമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസമെന്ന് ഒരു ശങ്കയുമില്ലാതെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തെ വിശ്വാസമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷം പറയുന്നതിന് വിശ്വാസമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷം നടപ്പിലാക്കുന്ന പദ്ധതികളിൽ വിശ്വാസമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മലയാള മനോരമയെ കൊണ്ട്, മാതൃഭൂമിയെ കൊണ്ട്, ഏഷ്യാനെറ്റിനെ കൊണ്ട്, മീഡിയ വണിനെ കൊണ്ട്, 24നെ കൊണ്ട് നട്ടാൽ കുറുക്കാത്ത നുണകളുടെ അപവാദ പ്രചരണം ഈ കേരളത്തിനകത്താകെ നിങ്ങൾ അഴിച്ചുവിടുമ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾക്കുമെതിരെ കള്ളക്കഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും ആ കള്ളക്കഥകളിൽ വീണു പോകാതെ യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ശക്തിയും ശേഷിയും തിരിച്ചറിഞ്ഞ ഈ കേരളത്തിലെ മനുഷ്യർ ഞങ്ങൾക്കൊപ്പം അണിനിരക്കുന്നത് അത് കാണുമ്പോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ക്ഷമിക്കുക, സഹിക്കുക എന്നല്ലാതെ മറ്റു നിർവാഹം കേരളത്തിലെ കോൺഗ്രസുകാരാ നിങ്ങൾക്കില്ല. ഏതായാലും കോൺഗ്രസിനെ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ നേതാക്കന്മാരെ എല്ലാം വിളിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ വസ്തുതാപരമായ ഒരു കാഴ്ചപ്പാട് രാജ്യത്തെ ഹൈക്കമാൻഡിന് കേരളത്തെ സംബന്ധിച്ചുണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചിട്ട് രാജ്യത്തെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറഞ്ഞു, പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാര്, നിങ്ങൾ ആരും ഇനി തമ്മിൽ തള്ളരുത്. നിങ്ങൾ ഇനി ആരും തമ്മിൽ തള്ളിയിട്ട് ഒരു കാര്യവുമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി കസേര കണ്ട് ഒരു കോൺഗ്രസ് നേതാവും പനിക്കേണ്ടതില്ല. കാരണം ആ കസേര വീണ്ടും ഇടതുപക്ഷക്കാർക്ക് വേണ്ടി ജനങ്ങൾ മാറ്റിവെക്കാൻ പോവുകയാണ് എന്ന് രാജ്യത്തെ ഹൈക്കമാൻഡ് പറയുകയാണ്. എന്നിട്ട് പ്രഖ്യാപിക്കുന്നു, കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉണ്ടാവില്ല എന്നാണ്. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തത്രപ്പാടിലാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതവർ റാബിന്റെ കാര്യമാണെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷം ഈ പറയുന്ന രാഷ്ട്രീയ ദുരാരോപണങ്ങൾക്ക് പുറകെ പോകാതെ കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ കേരള ജനതയെ മുന്നോട്ട് നയിക്കാനുള്ള പോരാട്ടം നയിക്കുമ്പോൾ ആ ഗവൺമെന്റിനൊപ്പം അണിചേരാൻ കേരളത്തിലെ എല്ലാ മതനിരപേക്ഷവാദികളായ മനുഷ്യരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. 2 ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങളാകെ കൊടുത്ത ഒരു തലവാചകം ഞാൻ ഓർത്തെടുക്കുന്നു. ഇത് എന്ത് സർക്കാരാണെന്ന്. ഇന്ന് ഈ കേരളത്തിനകത്ത് പുറത്തിറങ്ങിയ പത്രങ്ങളുണ്ട്. ഇന്നലെ അച്ചുനിരത്തി കേരളത്തിലെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി പത്രമടിച്ചിട്ട് ആ പത്രം പിൻവലിച്ച് പുതിയ പത്രം ഇറക്കേണ്ടി വന്ന ചില പത്രമാധ്യമങ്ങളും കേരളത്തിനകത്തുണ്ട്. ഇതെന്ത് സർക്കാരാണ് എന്ന് ചില മാധ്യമങ്ങൾ ചോദിക്കുമ്പോ അഭിമാനത്തോടെ കേരളത്തിൽ ജനങ്ങൾ പറയുന്നു, ഈ സർക്കാർ ഇതാ 1600 രൂപ ക്ഷേമ പെൻഷൻ 2000 ആക്കിയ ഇടതുപക്ഷ സർക്കാരാണ് എന്ന്. ഈ സർക്കാർ 35 ലക്ഷം വരുന്ന സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കാൻ പോകുന്ന സർക്കാരാണെന്ന്. ഈ സർക്കാർ ഈ കേരളത്തിനകത്ത് 18-നും 30-നും വരെക്ക് പ്രായമുള്ള
ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് കൊടുക്കാൻ പോകുന്ന സർക്കാരാണെന്ന്, ഈ സർക്കാർ നെൽകർഷകന്റെ സബ്സിഡി വർദ്ധിപ്പിച്ച സർക്കാരാണെന്ന്, ഈ സർക്കാർ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച സർക്കാരാണെന്ന്, ഈ സർക്കാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ച സർക്കാരാണെന്ന്, ഈ സർക്കാർ ആശാവർക്കർമാരുടെ, അംഗനവാടി ജീവനക്കാരുടെ, സ്കൂൾ പ്രൈമറി ടീച്ചർമാരുടെ, പ്രൊഫസർമാരുടെ, അസിസ്റ്റന്റ് ലെക്ചർമാരുടെ, ഈ കേരളത്തിനകത്തെ പാചക തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാരാണെന്ന്, ഇങ്ങനെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരാണെന്ന്, ഇതെന്ത് സർക്കാരാണെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അഭിമാനത്തോടെ കേരളത്തിലെ ജനങ്ങൾ ഒരേ സ്ഥലത്തിൽ വിളിച്ചു പറയുന്നു, ഇത് ഇടതുപക്ഷത്തിന്റെ, ഹൃദയപക്ഷത്തിന്റെ ജനക്ഷേമ സർക്കാരാണെന്ന് ഈ കേരളം ഒന്നടങ്കം വിളിച്ചു പറയുന്ന കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത്. ഈ സർക്കാരിനെ, ഇടതുപക്ഷത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ, ചെങ്കൊടി പ്രസ്ഥാനം കേരളത്തിൽ നടത്തുന്ന പോരാട്ടത്തെ മുന്നോട്ട് നയിക്കാൻ എല്ലാ മതനിരപേക്ഷവാദികളായ മനുഷ്യരും ഞങ്ങൾക്കൊപ്പം ചേരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, നിങ്ങൾക്ക് അഭിവാദനവും.